JR പത്മകുമാർ ഒഴിവാക്കിയാലോ? ഞാൻ തിരിച്ചു വരാം. ഉണ്ട്, സാങ്കേതികമായി വലിയ നിയമക്കുരുക്കിലേക്ക് പോകും, സർക്കാർ വലിയ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ് സർക്കാരിന്റെ പരിമിതി. പക്ഷേ പുറത്തു പറയുമ്പോൾ അതൊന്നും പറയുന്നില്ലെന്ന് മാത്രം, ഈ ചർച്ചയിൽ വന്നിരുന്നു പറയാമെന്ന് മാത്രം. റഹീം, ഒരു നിമിഷം. അഡ്വക്കേറ്റ് JR പത്മകുമാർ അതെല്ലാം പറയുന്നുണ്ട്. ഒരു നിമിഷം ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ റഹീം, അങ്ങയിലേക്ക് വരാം. JR പത്മകുമാർ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ പോയതും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനിയെ പുകഴ്ത്തി സംസാരിക്കുന്നതും എന്തു രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്? JR പത്മകുമാർ, ഇത് നേരത്തെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച കള്ളക്കടൽ എന്ന് പറയുന്ന കടൽക്കൊള്ള എന്ന് പറയുന്ന ടൈറ്റിലിട്ടും പിന്നീട് ഇപ്പോൾ ദേശാഭിമാനി വികസന തീരം അണയുന്നു എന്ന ടൈറ്റിലിട്ടും പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മളതിനെ കാണാൻ. JR പത്മകുമാർ. അല്ല, ഇന്നത്തെ ഈ ട്രയലിൻ്റെ ഉദ്ഘാടനം നടന്നു. കേരളത്തിലെ എല്ലാ ആളുകളും വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനെ പ്രയോജനം ചെയ്യുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഇത് വിഴിഞ്ഞത്ത്. അത് ട്രയൽ റണ്ണായി വളരെ 2-3-4 മാസത്തിനകത്ത് അത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നതും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ പിതാവാര് മാതാവാര് ആരെയൊക്കെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു വിവാദം ഇപ്പോൾ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. കേരളത്തിൽ ഈ 2 മുന്നണികളും അത് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു അതിനെ സംബന്ധിച്ച് ഒരു വിവാദമുണ്ടാക്കി യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഇന്നത്തെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉദ്ഘാടന നടപടിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം, അത് ഓരോ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ നടത്തുന്ന ആളുകളുടെയും ഔചിത്യബോധത്തെ അനുസരിച്ചിട്ടായിരിക്കും ആ പരിപാടിയുടെ മേന്മ പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്. ഔചിത്യപൂർവ്വം പെരുമാറേണ്ടത് ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ജനങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ ഈ മാധ്യമങ്ങളിലും അല്ലാതെയും കൂടി വന്നിട്ട് ഉദ്ഘാടന വേദിയിലും വന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അത് ജനങ്ങളുടെ തീരുമാനിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ചർച്ചയിൽ വന്നു 1991 മുതൽ നമ്മുടെ പല ഒരാശയം മുന്നോട്ട് വരികയും അതിനുവേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ട്രയൽ റണ്ണെങ്കിലും നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര വർഷമായി? 24-ലാണ് ഇപ്പോൾ അതിന് നമുക്ക് കഴിച്ചിട്ടുള്ളത്. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ ഈ പറഞ്ഞ ചൈനീസ് കമ്പനിയൊക്കെ കഴിഞ്ഞ് വന്നത് അതിന് ശേഷം അതിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. സ്വന്തക്കാർക്കൊക്കെ കൊടുത്തതും ടെൻഡർ കൊടുത്തതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളത് ആലോചിക്കുക, അന്ന് ഇതെല്ലാം പോയതിന് ശേഷവും അവസാനം ഒരു ആസ്ട്രേലിയൻ കമ്പനി വെൽസൺ എന്ന് പറഞ്ഞൊരു കമ്പനി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു 420 കോടി രൂപ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളിത് ഈ കരാർ ഏറ്റെടുത്ത് ഇതിൻ്റെ നടത്തിപ്പ് ഇത് ബിൽറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്കിത് ബിൽറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഉള്ള നഷ്ടം ഒരു 420 കോടിയാവുമെന്ന് പറഞ്ഞു. അന്ന് ഭരണത്തിലിരുന്ന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതേസമയം ഇപ്പോൾ നമ്മൾ VGF അനുസരിച്ച് എത്ര കൊടുക്കേണ്ടി വരുന്നു? സെൻട്രൽ ഗവൺമെൻറ് 817 കോടി കൊടുക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ് 817 കോടി ഈ VGF-ൽ ഇതിൽ പെടുത്തി കൊടുക്കേണ്ടി വരുന്നു. കാര്യം ടോട്ടൽ കോസ്റ്റ് 4000 കോടിയാണ്. അതിൻ്റെ 40% 1600 ആണ്. അപ്പോൾ 1600 കോടിയാണ് VGF ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ പ്രൈസ് എസ്കലേഷൻ 8000 കോടിയായി മാറിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം ഇവർ ഈ മാറി വന്ന ആളുകളുടെ പിടിപ്പുകേടും മാത്രമല്ല അന്ന് കേന്ദ്രത്തിലിരുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസി പരാലിസിസുമാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് 2014 വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആ ഒരു പോളിസി പരാലിസിസിനൊരു മാറ്റം വരുത്തി. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തുറമുഖങ്ങളുടെ വികസനം, ഹൈവേയുടെ വികസനം, സാഗർ മാലാബദ് അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ അദാനി അരുൺകുമാർ 8ഓളം തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ല, BJP ഭരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റാണ് അവർ അദാനി ഉള്ളത്? എത്ര സ്റ്റേറ്റ് ഉണ്ട്? ഒഡീസയിലെ പോർട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് ആയിരുന്നു അന്ന്. മഹാരാഷ്ട്രയിലൊക്കെ അദാനി വരുമ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് ആയിരുന്നു. തമിഴ്നാട് നമ്മളായിരുന്നു.
അപ്പോൾ ഇങ്ങനെയൊക്കെ അത് അദാനി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ വിവാദങ്ങളുണ്ടാകുമ്പോൾ 2015 ഇതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുമ്പോൾ വന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാട് റഹീമൻ നോക്കണം. അദാനിയെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ തറക്കല്ലിടൽ ചടങ്ങിൽ LDFൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറെപ്പോലും പങ്കെടുപ്പിക്കാൻ അനുവദിക്കാതിരുന്ന ഒരു സംവിധാനമാണ്. അന്ന് അവരെടുത്തിരുന്ന ആ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്നുണ്ടാകുമായിരുന്നു വിഴിഞ്ഞത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ഈ തുറമുഖം ഏതായാലും യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതിൻ്റെ സെക്കൻഡ് ഫേസ് തേർഡ് ഫേസും അദാനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കരാറുണ്ടായി, നമുക്കറിയാം 15 വർഷം ഈ കരാർ കൊണ്ട് ഒരു ചില്ലിക്കാശിൻ്റെ ഗുണം സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ടാകില്ല. ഇതിൻ്റെ ലാഭവിഹിതത്തിൽ മറ്റൊരുപാട് നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ചെയ്താൽ ഏകദേശം ഒരു 10-50-100 കിലോമീറ്റർ ചുറ്റളവിൽ വികസനം ഉണ്ടാകും. അത് സംസ്ഥാനത്തിനും അത് ജനങ്ങൾക്ക് ഗുണകരമായി മാറും. 10-15 വർഷം പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മഹാരാഷ്ട്രയിലെ വാധ്വാൻ എന്ന് പറയുന്ന തുറമുഖം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവേറിയ തുറമുഖമാണ്. 76,000 കോടി രൂപയിലോളമാണ് അതിൻ്റെ ചെലവ്. അതിൻ്റെ 76% കേന്ദ്ര സർക്കാരിന് ഓഹരിയുള്ള ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയാണ് വഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ അദാനി ഒഴിവാക്കി ഈ ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിക്ക് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കാതെ പോയത്? മഹാരാഷ്ട്രയിലാവാം, കേരളത്തിലെത്തുമ്പോൾ അത് അദാനിക്ക്. അവിടെ ആകെയുള്ളത് 9.6%. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഞാൻ ചോദിച്ചോട്ടെ, പറഞ്ഞോട്ടെ അരുണ്. സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് സ്റ്റഡി നടത്തി ഒരു DPR കൊടുത്തിട്ട് ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടി ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് UPA ഗവൺമെൻറ്റിൻ്റെയോ അതല്ലായിരുന്നുവെങ്കിൽ NDA ഗവൺമെൻറ് വന്ന സമയത്തോ നിങ്ങൾ ഏതെങ്കിലും ഈ സംസ്ഥാന ഗവൺമെൻറ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെൻറ് പോയിട്ടുണ്ടോ? ഞങ്ങളുടെ പെർസെൻറ്റേജ് പങ്കാളിത്തം നിങ്ങൾക്ക് വേണം, സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയണം. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയ ആദ്യത്തെ ടെൻഡർ വരുന്ന സമയത്ത് പോലും അതിനുശേഷം 14 വരെ ഉണ്ടായിരുന്ന UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ വിഴിഞ്ഞം തുറമുഖങ്ങളെ സംബന്ധിച്ച് ഒരുപാട് തുറമുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ ഫണ്ട് നീക്കി വെച്ചിരുന്ന സമയത്ത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപ ഞങ്ങൾ നീക്കി വയ്ക്കുന്നു എന്നെങ്കിലും ഒരു ബഡ്ജറ്റിനകത്തെങ്കിലും വന്നിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കണം. 76,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അവിടെ ചിലവാക്കുന്നെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം കേന്ദ്ര ഗവൺമെന്റിനോട് മുന്നിൽ വെക്കണം. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി സഹായിച്ചു. തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിന്റെ പോളിസിയാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അല്ല ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ? 78 മുതൽ മുടങ്ങിക്കിടന്നിരുന്ന ഹൈവേ 2015 അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ഏകദേശം 1,500 കോടി രൂപ അതിനുവേണ്ടി ചെലവാക്കുന്നതിന് വേണ്ടി ചെയ്തു. ഈ കണ്ടെയ്നറെല്ലാം പുറത്തോട്ട് പോകുക ഏകദേശം 16% ഇത് വരുന്നത് റോഡിൽ കൂടെയാണ് പോകാൻ പോകുന്നത്. അതിനുവേണ്ടി റിംഗ് റോഡ് വേണം. അതിനു വേണ്ടിയിട്ട് 7,500 കോടി രൂപയുടെ പദ്ധതി നടപ്പിൽ വരുത്താൻ സ്ഥലം എടുത്ത് കൊടുക്കാമെങ്കിൽ അതിന്റെ കാശ് കേന്ദ്രം കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്രം തയ്യാറാണ്. അത് മറന്നുപോയി. അല്ല, അത് വേറെ NHന്റെ കാര്യം. നിങ്ങൾ ഈ റിംഗ് റോഡിന്റെ കാര്യം പറയുമ്പോ റിംഗ് റോഡിന്റെ പൈസ NHന്റെ കാര്യത്തിൽ 25% സംസ്ഥാനം കൊടുക്കാം, 25% സംസ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാറിക്കളഞ്ഞു. 5,500 കൊടുത്ത് എന്നിട്ട് അതിന് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോഴാണ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞങ്ങളുടെ ഈ GST എങ്കിലും ഒഴിവാക്കി തരൂ, ഈ സാധനങ്ങളുടെ ഈ ഇതിന്റെ നിർമ്മാണത്തിന്. അതുപോലും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. അത് NHന്റെ ആണ്. ഞാൻ പറഞ്ഞ റിംഗ് റോഡിന്റെ 7,500 കോടി രൂപയുടെ വ്യക്തമാണ്. അപ്പോൾ പോളിസി പാരാലിസിസ് മോദി സർക്കാരിന്റെ കാലത്തില്ല എന്നതാണ് താങ്കൾ പറഞ്ഞത്. മോദി സർക്കാർ ശരിയാണ്. അദാനി വരുന്നു, പോർട്ട് ഏറ്റെടുക്കുന്നു, എയർപോർട്ട് ഏറ്റെടുക്കുന്നു, അക്കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നു. ദേശീയപാത വികസനവും ത്വരിത വേഗതയിൽ നടക്കുന്നു, ഭൂമി ഏറ്റെടുക്കുന്നു. അതെല്ലാം നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള വികസനത്തിന്റെ യാത്ര.